തെലങ്കാനയിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് പ്രവചിക്കപ്പെടുന്നത്. BRS നേതാക്കൾ ഉൾപ്പെടെ അവിടെ ED അന്വേഷണം ഭയന്ന് BJPയിലേക്ക് പോകുന്ന ഒരു രാഷ്ട്രീയ രീതി അവിടെ കാണുന്നുണ്ട്. അതായത് ചന്ദ്രശേഖര റാവുവിൻ്റെ മകളായ കവിത ഉൾപ്പെടെയുള്ളവർ ED ആസ്ഥാനത്ത് അന്വേഷണത്തിന് വിധേയമായി ആ രീതിയിൽ അവരുമായി സഹകരിക്കേണ്ടി വരുന്ന, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത്. ചന്ദ്രശേഖര റാവു ഇത്രയും നാളും നടത്തിയ ഭരണത്തിൽ അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി ഉണ്ട് എന്നുള്ളത് നിലവിലെ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് വെട്ടത്ത് കൊണ്ടുവരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ആയിട്ടുള്ള രേവന്ത് റെഡ്ഡി ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ നമുക്കറിയാം. 4 സീറ്റുകൾ BJP തെലങ്കാനയുടെ മണ്ണിൽ നിന്ന് നേടിയപ്പോൾ 9 സീറ്റുകൾ BRS നേടിയെടുത്തു. കോൺഗ്രസ് അവിടെ 2 സീറ്റുകളാണ് നേടിയത്. അതിലൊന്ന് രേവന്ത് റെഡ്ഡി ജയിച്ച മണ്ഡലമായിരുന്നു, മറ്റൊന്ന് ഉത്തം കുമാർ റെഡ്ഡി ജയിച്ച മണ്ഡലമായിരുന്നു. ഈ 2 സ്ഥലങ്ങളും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും കോൺഗ്രസ്സിന് വളരെ ദയനീയമായ പരാജയമായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇക്കുറി ഹൈദരാബാദിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ മാത്രമല്ല 17 ലോക്സഭാ സീറ്റുകളും ജയിക്കാൻ കൂടിയുള്ള പടപ്പുറപ്പാടിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത്. തീർച്ചയായും തെലങ്കാനയെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടിയ ഒരു സംസ്ഥാനമായതുകൊണ്ട് തന്നെ രേവന്ത് റെഡ്ഡിയുടെ മികവാർന്ന ഭരണം ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഇത് എന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 17 ലോക്സഭാ സീറ്റുകളും കൃത്യമായും കോൺഗ്രസിൻ്റെ പെട്ടിയിലേക്ക് വീഴേണ്ടത് അനിവാര്യമായി കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു രീതിയിലുള്ള അമാന്തതയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 40%-ലധികം വോട്ട് ഷെയറുമായി ബഹുഭൂരിപക്ഷം സീറ്റും ജയിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. AICCക്ക് ഉറപ്പ് കൂടി കൊടുത്തിരിക്കുന്നു എന്ന രീതിയിലേക്കാണ് രേവന്ത് റെഡ്ഡിയും ആ കാര്യത്തിൽ ഒരു രീതിയിലും ലെവലേശം സംശയമില്ലാതെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. BRSൽ നിന്നും നിരവധി നേതാക്കൾ സ്വമേധയാ കോൺഗ്രസിലേക്ക് അംഗത്വം എടുത്തു വരുന്നതും ഇപ്പോൾ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. കുറേ ആളുകൾ BJPയിലേക്ക് പോകുന്നു. അത് ഭയത്താലാണ്, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പേടിച്ചുകൊണ്ടാണ്. എന്നാൽ കോൺഗ്രസിലേക്ക് പൂർണ്ണ മനസ്സോടുകൂടി വരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്ന തെലങ്കാനയിൽ വരും നാളുകളിൽ എന്തും സംഭവിക്കാം. അവിടെ അസദുദ്ദീൻ ഒവൈസിയുടെ AIMM അതിശക്തമാണ്. AIMIMന് ഒരു സീറ്റാണ് നിലവിൽ ഹൈദരാബാദ് ലോക്സഭാ സീറ്റാണ് ഉള്ളത്. അത് കഴിഞ്ഞ 5 തവണയായി ജയിച്ചുകൊണ്ടിരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസി തന്നെയാണ്. അദ്ദേഹം പണ്ട് മുതലേ BRSനെ പുറമേ നിന്ന് പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ അക്ബറുദ്ദീൻ ഒവൈസി ആയിരുന്നാലും അദ്ദേഹത്തിന് തെലങ്കാന രാഷ്ട്രീയത്തിൽ 7 നിയമസഭാ സീറ്റുകൾ അവരുടെ പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇനി അങ്ങോട്ട് BRSൻ്റെ രാഷ്ട്രീയ കളികൾ നടക്കില്ല. അവിടെ കോൺഗ്രസ് വേഴ്സസ് BJP എന്ന രീതിയിലേക്ക് ഡയറക്റ്റ് ഫൈറ്റിലേക്ക് തെലങ്കാന സംസ്ഥാന രാഷ്ട്രീയം പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു.